അന്ന് ഞാൻ ജെറുസലമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. BC 500-കളിൽ ഇസ്രായേലിനെ പറ്റി സക്കറിയ പ്രവാചകനിലൂടെ നൽകപ്പെട്ട സ്വർഗീയ പ്രവചനമായിരുന്നു ഇത്. ഇസ്രായേലിനെതിരെ ആസൂത്രണങ്ങളും ഗൂഢലക്ഷ്യങ്ങളും വെച്ചു പുലർത്തിയ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത അപകട മരണം ഇസ്രായേലിനെ പറ്റിയുള്ള മേൽപ്പറഞ്ഞ വാഗ്ദത്ത വചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയാകുകയാണ്. ഒക്ടോബർ 7-ന് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരത ഇസ്രായേലിനെതിരെ തുറന്നുവിട്ട ഹമാസ് തീവ്രവാദികൾക്ക് ശക്തമായ പിന്തുണ നൽകി ലോക സമാധാനത്തെ തകർക്കുന്ന വിധത്തിൽ ഇദ്ദേഹം കരുക്കൾ നീക്കി എന്നായിരുന്നു ആ സമയത്ത് വന്ന റിപ്പോർട്ടുകൾ. ആരുടെയും മരണം ആഘോഷിക്കപ്പെടേണ്ടതല്ല. ജീവൻ തരുന്നതും എടുക്കുന്നതും ദൈവമാണ്. പക്ഷേ നിഷ്കളങ്കരായ അനേകരുടെ രക്തം ചിന്തിയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുട്ടികളെയും വൃദ്ധരെയും ഉൾപ്പെടെ അനേകരെ തട്ടിക്കൊണ്ടുപോയും ഇസ്രായേലിനെതിരെ ഹമാസ് തീവ്രവാദികൾ തുറന്നുവിട്ട സമാനതകളില്ലാത്ത ക്രൂരതയെ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത രീതിയിൽ പിന്തുണയ്ക്കുകയും തുടർന്നും ഇസ്രായേലിനെതിരെ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്ത ഇറാൻ പ്രസിഡന്റിന്റെ പെട്ടെന്നുള്ള അപകട മരണം ജെറുസലമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും ഞാൻ നശിപ്പിക്കും എന്ന പ്രവചന അനുസ്മരണമാണ് പരിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളെപ്പറ്റി അറിവുള്ള പലരിലും ഉണർത്തിയത് എന്നതിൽ അതിശയമില്ല. ഇസ്രായേലിന്റെ ശത്രുക്കളെ ചരിത്രത്തിൽ ഉടനീളം തന്റെ സർവാധിപത്യ കരങ്ങളാൽ തുരുത്തിയിട്ടുള്ള ദൈവം തന്റെ അനന്ത ജ്ഞാനത്തിൽ ലോക നേതാക്കളുടെ ആസൂത്രണങ്ങൾ തന്റെ പദ്ധതിക്കനുസൃതം രൂപഭേദം വരുത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിവില്ലല്ലോ. ഇസ്രായേൽ ജനതയെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അതിനു കാരണം ഇസ്രായേലിന്റെ പുണ്യപ്രവർത്തികളോ സൈനിക ബലമോ അല്ലെങ്കിൽ മാനുഷികമായ എന്തെങ്കിലും ഗുണവിശേഷങ്ങളോ അല്ല, മറിച്ച് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് എന്ന സത്യമാണ്. തന്റെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ ജനതകൾ കാണെ ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും. അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാനാണ് കർത്താവ്. 10 മഹാമാരികൾ അയച്ച് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കുകയും തുടർന്ന് ഇസ്രായേലിനെ നിശേഷം തകർക്കാൻ അവരെ പിന്തുടർന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന ഈജിപ്ത് സൈന്യത്തെ മുഴുവൻ ചെങ്കടലിൽ മുക്കിക്കളയുകയും ചെയ്ത ദൈവം, മരുഭൂമിയിൽ ആയോധന മുറയിൽ യാതൊരു പരിചയവും ഇല്ലാതിരുന്ന ഇസ്രായേൽ ജനത്തോടൊപ്പം യുദ്ധം ചെയ്ത കർത്താവ്, ആൾബലത്തിലും ആയുധ ബലത്തിലും സർവസന്നാഹങ്ങളുമായി യുദ്ധസജ്ജരായിരുന്ന അമലേക്യരെ അത്ഭുതകരമായി പരാജയപ്പെടുത്തുന്നതും ഇന്നത്തെ ഇസ്രായേൽ ജനതയുടെ പിതാക്കന്മാരുടെ കാലത്ത് വൻ ശക്തികളായിരുന്ന ഹിത്യരും ഹിവ്യരും ജബൂസ്യരും ഏദോമ്യരും തുടങ്ങിയ വൻ ശക്തികൾ കാലയവനികയിൽ നാമാവശേഷമായപ്പോൾ ഇസ്രായേൽ ഇന്നും ഒരു രാജ്യവും ഒരു ജനതയുമായി തുടരുന്നതും ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. അസീറിയ, ബാബിലോൺ, മേദ്യപേഷ്യ, സിറിയ, റോമൻ, അറബ് സാമ്രാജ്യങ്ങളും നെബുക്കദ്നസർ, ഹാമാൻ, ഹിറ്റ്ലർ, അബ്ദുൽ നാസർ തുടങ്ങിയ ചരിത്ര നേതാക്കളും ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശത്തിനായി മാനുഷികമായും ശാസ്ത്ര സാങ്കേതിക മികവിലൂടെയും തങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്തിട്ടും ഇസ്രായേൽ പൂർവാധികം ശക്തി പ്രാപിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിച്ചതും തങ്ങളുടെ പിതൃദേശത്ത് തങ്ങളുടെ സർവസ്വത്വവും സംരക്ഷിച്ച് തഴച്ചു വളർന്നതുമെല്ലാം ചരിത്രം. ആ ഇസ്രായേലിനെതിരെ കരമുയർത്തുന്നവർക്കുള്ള ഒരു ദൃഷ്ടാന്തമായി ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത മരണം വായിക്കുകയാണ് ബൈബിളിലെ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ.